ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. 2025 പുതുവർഷത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് രാജ്യതലസ്ഥാനമായ ഡൽഹി. ഫെബ്രുവരി 15-ാം തീയതിയാണ് ഡൽഹി നിയമസഭയുടെ കാലാവധി അവസാനിക്കുക. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാവാനാണ് സാധ്യത. ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ സംസ്ഥാന പദവി ഡൽഹിക്കില്ലെങ്കിലും രാജ്യതലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഡൽഹിയുടേത്. ഡൽഹി സംസ്ഥാനത്തെ പറ്റി പറയുകയാണെങ്കിൽ 70 സീറ്റാണ് ഡൽഹി നിയമസഭയിൽ ആകെയുള്ളത്. അതിൽ 62 സീറ്റ് നേടിയാണ് AAP ഇപ്പോൾ നടന്നു വരുന്ന സർക്കാർ അധികാരത്തിൽ വന്നത്. ഇപ്പോഴൊരു ത്രികോണ മത്സരമാണ് ഡൽഹിയെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. AAPയും BJPയും കോൺഗ്രസും. ചെറു പാർട്ടികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഡൽഹി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കാര്യമായ സ്വാധീനം ചെലുത്താവുന്ന പ്രാദേശിക പാർട്ടികൾ ഡൽഹിയെ സംബന്ധിച്ച് ഇല്ല. ഇപ്പോൾ തന്നെ മത്സരരംഗത്തുള്ളത് BJPയും കോൺഗ്രസും AAPയും തന്നെയാണ്. അപ്പോഴൊരു ത്രികോണ മത്സരം അവിടെ ഉറപ്പാണ്. വളരെ സംഭവബഹുലമായിരുന്നല്ലോ ഡൽഹി സംസ്ഥാന രാഷ്ട്രീയം. മുഖ്യമന്ത്രിയുടെ മാറ്റം വരെ ഈ അവസാന നാളുകളിൽ നാം കണ്ടു. ഇലക്ഷൻ കമ്മീഷന്റെ പ്രസ്താവന വന്നാൽ മാത്രമാണ് തീയതിയുടെ കാര്യത്തെ കുറിച്ച് ഒരു ധാരണയുണ്ടാവുകയുള്ളൂ എങ്കിലും മറ്റൊരു സ്ഥലത്തും ഇപ്പോൾ ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹിന്ദി വാർത്താ ചാനലുകളിലൊക്കെ ഡൽഹി ഇലക്ഷന് വളരെ പ്രാധാന്യമാണ് നൽകുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. രാജ്യതലസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. AAP ഇപ്പോൾ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൊട്ടടുത്ത് തന്നെ BJPയും അവരുടെ 29 സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയാകട്ടെ അത്രയും പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും ഏകദേശമൊക്കെ ധാരണയായി എന്നാണ് ചർച്ചകളിൽ നിന്നും വാർത്താ റിപ്പോർട്ടുകളിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ഇനി പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ബാക്കി എന്നാണ് കോൺഗ്രസ് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ഒരു ത്രികോണ മത്സരം ഡൽഹിയെ സംബന്ധിച്ച് ഉറപ്പാണ്. ഇനി പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ബാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അധിക ദിവസം വൈകാതെ തന്നെ ഡൽഹി നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ചിത്രം കൂടുതൽ വ്യക്തമാകുമ്പോൾ കൂടുതൽ വിശകലനങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. അടുത്തൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.